നമസ്കാരം. സോംജീസ് മിററിൽ മണി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്ത എന്ന് പറയുന്നത് RBIയുടെ മോണിറ്ററി പോളിസി അവലോകനത്തിൻ്റെ റിസൾട്ട് വന്നതാണ്. വലിയ മാറ്റങ്ങൾക്കൊന്നും RBI തയ്യാറായിട്ടില്ല. പൊതുവെ ഒരു മിതമായ വഴിയിൽ പോയാൽ മതിയെന്ന് RBI തീരുമാനിച്ചു. റീപ്പോ റേറ്റുകൾക്കൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. ക്യാഷ് റിസർവ് റേഷ്യോയിൽ മാത്രം മാറ്റം വരുത്തി. CRR 4.5 ആയിരുന്നു 4% കുറച്ചു. അപ്പോൾ ഒരു 0.5% ക്യാഷ് ബാങ്കുകൾക്ക് കിട്ടുകയാണ്. ക്രെഡിറ്റ് ഉയർത്താൻ 1,16,000 കോടി രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് മിച്ചം വരികയാണ്, ഫ്രീ ആവുകയാണ് ബാങ്കുകൾക്ക്. അതാണ് ഇന്നത്തെ അവലോകനത്തിൽ മെയിനായിട്ടുണ്ടായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. എല്ലാവരും ഇതൊക്കെ തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നുള്ളത് കൊണ്ടാണ് മാർക്കറ്റ് അത്രമാത്രം കൂടുതൽ വോളറ്റൈലിറ്റി കാണിക്കാതിരുന്നത്. കുതിച്ചു മുന്നോട്ട് പോവുകയോ താഴോട്ട് ശക്തമായി നീങ്ങുകയോ ഒന്നും ചെയ്യാതെ ഒരു ലെവൽ കീപ്പ് ചെയ്തുകൊണ്ട് മുന്നേറുകയാണ് ഉണ്ടായത്. ഇന്ന് താഴോട്ട് പോയെങ്കിൽ തന്നെ അതൊരു വലിയ അളവിൽ താഴോട്ട് പോയിട്ടില്ല. ഇന്നലെ മുന്നേറ്റം ഉണ്ടാക്കിയ ഷെയറുകളിൽ എല്ലാവരും തന്നെ ലാഭമെടുക്കുന്നതിന് ശ്രമിച്ചു എന്നുള്ളത് കവിഞ്ഞ് വലിയൊരു താഴ്ചയൊന്നുമാണെന്ന് പറയാൻ പറ്റില്ല. 24,500 തന്നെ ഇനി അതിൻ്റെ ഏറ്റവും ശക്തമായ നിലയായിരിക്കും എന്നൊരിക്കൽ കൂടി ഉറപ്പിച്ചു എന്നതാണ്. അടുത്ത 24,800, 900 റേറ്റ് കടന്ന് 25,000 എത്താനുള്ള ശ്രമം ശക്തമാക്കാൻ അത് ഉപകരിക്കുമെന്ന് തോന്നുന്നു. RBIയുടെ കണക്ക് പ്രകാരം അടുത്ത വർഷത്തെ GDPയുടെ റേറ്റ് അവർ 6.6 കുറച്ചു. അപ്പോൾ അതാണ് ആകെ വ്യത്യാസം വരുത്തിയിരിക്കുന്നത്. ഇതുപോലെ വളർച്ച കുറയുമെന്ന് അവരും കണക്ക് കൂട്ടുന്നു. പക്ഷേ അടുത്ത 2 ക്വാർട്ടറും മെച്ചപ്പെടുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. എനിവേ, RBI ക്യാഷ് റിസർവ് റേഷ്യോ മാത്രം ഒരു 0.5% കുറച്ചിരിക്കുകയാണ്. അതാണ് മണി മാർക്കറ്റിൽ വരുന്ന ഒരു വലിയ വ്യത്യാസം എന്ന് പറയുന്നത്. ബാങ്കുകൾക്ക് 1,16,000 കോടി രൂപ അവരുടെ കയ്യിൽ കൂടുതൽ വരികയാണ്. മാർക്കറ്റ് അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ ഒരു വലിയ കയറ്റങ്ങളോ വലിയ ഇറക്കങ്ങളോ കാണിക്കാതെ ഇന്നലത്തേതിൽ നിന്ന് ഒരു ചെറിയ ലാഭമെടുപ്പോടെ, ഇന്നലെ നല്ല മുന്നേറ്റം നടത്തി അതിലൊരു ചെറിയ ലാഭമെടുപ്പോടെ അങ്ങനെ നിന്നു എന്ന് വേണം പറയാൻ. മറ്റൊരു വാർത്തയുള്ളത് ഇന്നത്തെ പത്രങ്ങളിലൊക്കെ വന്നതാണ്. 2024 ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ എമൗണ്ട് IPO വഴി സമാഹരിച്ച വർഷമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. 2024 1.4 lakh crores ആണ് സമാഹരിച്ചത്. 1,40,000 കോടി രൂപ IPO മാർക്കറ്റിലൂടെ പ്രാഥമിക വിപണിയിൽ നിന്ന് അവർ കളക്ട് ചെയ്തിരിക്കുന്നു. 35 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന കളക്ഷനാണിത്. ഇതിനു മുമ്പ് 2022 1,30,000 ആണ് കളക്ട് ചെയ്തിരുന്നത്. ഇത് കുറച്ചുകൂടി ഉയർന്നു. 2025 അതിലും കൂടും എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത് അവർ. കാരണം 2024 വമ്പന്മാർ ഇനിയും IPOക്ക് വരാനുണ്ട്. റിലയൻസ് ജിയോ, ടാറ്റ ക്യാപിറ്റൽസ് അങ്ങനെയുള്ളവരൊക്കെ വരുമെന്നാണ് പറയുന്നത്. റിലയൻസ് ജിയോ തന്നെ ഒരു ഗംഭീര IPO ആയിരിക്കുമെന്ന് എല്ലാവരും കണക്ക് കൂട്ടുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന IPO എല്ലാം കവർ ചെയ്യുന്ന ഒരു IPO ആയിരിക്കും അതെന്നാണ് പറയുന്നത്. അപ്പോൾ 2025 ഇതിൽ കൂടിയ ഒരു എമൗണ്ട് മാർക്കറ്റിൽ നിന്ന് കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കോർപ്പറേറ്റുകൾ. തീർച്ചയായിട്ടും അത് ഈ മാർക്കറ്റിൻ്റെ സ്ട്രെങ്തിനെ കാണിക്കുന്നു. അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രെങ്ത് 2025 തുടരും എന്നുള്ളതിൻ്റെ
പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ന്യൂസുകളാണ് അതൊക്കെ. മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് മാറുകയാണെങ്കിൽ ഇവരാരും IPO ആയിട്ട് മുന്നോട്ട് വരില്ല. ഇവരൊക്കെ മാറി നിൽക്കും. കാരണം അവർക്ക് കളക്ട് ചെയ്യേണ്ട എമൗണ്ട് വളരെ വലുതാണ്. അപ്പോൾ 2025 മാർക്കറ്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അത് നമ്മളുടെയും പ്രതീക്ഷകൾക്ക് ഗുണം തരുന്ന, അല്ലെങ്കിൽ പ്രതീക്ഷകൾക്ക് വകവയ്ക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇന്നത്തെ മാർക്കറ്റിലേക്ക് കടന്നാൽ ഇന്നലെ ഉണ്ടായ മുന്നേറ്റത്തിൻ്റെ ചെറിയൊരു ലാഭമെടുപ്പാണ് ഇന്ന് കണ്ടതെന്ന് വേണമെങ്കിൽ പറയാം. IT സെക്ടറുകളിൽ ഇന്നലെ നല്ല മുന്നേറ്റം കാഴ്ചവെച്ചവയൊക്കെ ഇന്ന് ചെറിയതായി താഴുകയാണ് ഉണ്ടായത്. ഇൻഫോസിസ് ആയാലും TCS ഒക്കെ ആ ലെവലിൽ ചെറിയ താഴ്ച ഉണ്ടായി. ബാങ്കിങ് സെക്ടറിലെ പല ഓഹരികളും ഇന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുണ്ടായി. HDFC ബാങ്കൊക്കെ ഒഴിച്ച്, വലിയ ബാങ്കുകൾ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ മുന്നേറുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയാണ് ഇന്ന് മെയിനായിട്ട് നിഫ്റ്റിയേക്കാളിലൊക്കെ മുന്നേറി നിന്നത്. കൂടുതൽ പോയിന്റുകൾ കവർ ചെയ്തതും അവരാണ്. ബാങ്ക് നിഫ്റ്റി അപ്പോൾ ഉയർന്നു നിന്നു. ബാങ്കിങ് മേഖലയ്ക്കാണ് ഇന്നത്തെ ന്യൂസ് നല്ലതെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞതുകൊണ്ട് കൂടിയാണത്. എന്തായാലും ലൈംലൈറ്റിൽ നിൽക്കുന്ന ചില മേഖലകളാണ് ബാങ്കിങ്ങും IT ഒക്കെ. അത് തീർച്ചയായിട്ടും ഇനിയും മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുകയുള്ളൂ. കാരണം ITക്കൊക്കെ വിശാലമായി മാർക്കറ്റ് തുറന്നു കിട്ടാൻ പോകുന്നത് അടുത്ത സാമ്പത്തിക വർഷത്തോടെയാണെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. നമ്മുടെ ട്രംപൊക്കെ അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ അമേരിക്കയിലെ ടെക്നോളജി മേഖലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം നമ്മുടെ കമ്പനികൾക്ക് മുതലാക്കാനാവുമെന്നാണ് എല്ലാവരും കരുതുന്നത്. അപ്പോൾ IT മേഖല എന്തായാലും തുടർന്നും ലൈംലൈറ്റിലുണ്ടാകും. അതിനേക്ക് നിങ്ങളുടെയും ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ മേഖലയാണ് ബാങ്കിങ് സെക്ടർ. ബാങ്കിങ്ങിലും ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഒരുപാട് സാധ്യതകൾ ആ മേഖലയിൽ ഇനിയും തുറന്നു കിടക്കുന്നുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. അത് ശക്തിപ്പെട്ടാൽ മാത്രമേ മാർക്കറ്റും ശക്തിപ്പെടുകയുള്ളൂ. ബാങ്കിങ് മേഖല ശക്തിപ്പെട്ടാൽ മാത്രമാണ് സ്റ്റോക്ക് മാർക്കറ്റോ അതുപോലെയുള്ള മാർക്കറ്റുകൾക്കോ എല്ലാം പുതിയ ശക്തി ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നു. മൈക്രോ ഫിനാൻസ് മേഖല 2025 അത്ര ശോഭിക്കില്ല എന്ന് തന്നെയാണ് പല ബ്രോക്കറേജ് സ്ഥാപനങ്ങളും പറയുന്നത്. മൈക്രോ ഫിനാൻസ് മേഖലയിൽ കോമ്പറ്റീഷൻ ഒരുപാടുണ്ട്. അല്ലെങ്കിൽ അതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ കമ്പനികൾ പലതും വിഷമിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ബാങ്കിങ് മേഖല അതൊഴിച്ചാൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇത്രയൊക്കെ ന്യൂസുകളാണ് ഞാൻ പറയാനുള്ളത്. അടുത്ത സൺഡേ സ്റ്റോക്ക് ടോക്കിൽ നമുക്ക് പുതിയ 4 ഷെയറുകളെ പരിചയപ്പെടാം. ആ ഷെയറുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നവയായിരിക്കും. മാർക്കറ്റിൽ ഉണ്ടാകുന്ന പുതിയ ടെൻഡൻസികൾക്കനുസരിച്ചുള്ള ആ ഷെയറുകളെ നമ്മൾക്ക് ഞായറാഴ്ചത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താമെന്ന് കരുതുന്നു. താങ്ക് യു. എല്ലാവരും സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി. നമസ്കാരം.